ഗിഫ്റ്റ് പോവാം നമുക്ക് പോവാം. സമയല്ലേ അതാ വന്നോണ്ടിരിക്കുക. ആണോ? അല്ല എല്ലാരും പറ്റുമോ? അല്ലെ നമുക്ക് വണ്ടി കയറി കുറച്ചുപേര് വണ്ടി കയറിക്കോ. അമ്മ റിസ്ക് എടുക്കണോ? അത് ആരാ ഓട്ടിക്കുന്നേ? എന്തോ ചെയ്യാനേ. എടാ ഒരു സീരിയസ് ആയിട്ട് ഒരു പരിപാടി നടക്കുമല്ലേ മൊയ്തീനെ? അയ്യോ ഞാൻ ഈ പരിപാടിക്ക് ഒന്നില്ല. ഡോക്ടർ നിങ്ങളൊന്നും അവൻ ഞെക്കുന്നിരുന്നു. എടാ കുഴപ്പമില്ല, ആ ഡെഡ് ബോഡിയോട് കൂടി എടുത്തോ. ഡെഡ് ബോഡിയോട് എടുത്ത് ഡിക്കിക്കകത്തില്ല. നമുക്ക് എന്തായാലും പരിപാടി. എടാ ലക്ഷ്യ ആ ബോഡി എടുത്ത് ഡിക്കി കിട്ടോ. ഓക്കെ പോവാ. ഇത് ഏത് ഡിക്കിയിലാണ് ഇട്ടത്? ഇതോ കണ്ടോ? ഹെലിയുടെ ഡിക്കിയില്. എന്തുകൊണ്ട് വിശേഷം? വണ്ടി കഷ്ടം. എന്റെ മൊട്ടക്കൊരു വണ്ടി പോലില്ലല്ലോ. അതെങ്ങനെ മനസ്സിലായില്ലേ? എനിക്ക് ആകെ ഇന്ത്യയിലെ ഫ്രീ കാറും കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ പരാതി ഒന്നും പറയാറില്ല. മാലിക്ക് കേക്കണം. 4 വർഷമായി. നീ എന്താ ചോദിക്കാത്തത് മാലിക്കിനോട്? ഇല്ല 4 വർഷമായി. 4 വർഷമായി ഇതുവരെയായിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ പോയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. അല്ല ജോണിമോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇവനെ നിങ്ങൾക്ക് വല്ല ഒരു സെക്കൻഡ്. ഒബ്സർവേറ്ററി എന്ന് പറയുമ്പോ എവിടെ ആയിട്ട് വരും? നമ്മുടെ ഇവിടെ അല്ലേ ഇതിന്റെ മേലില്? അതാണോ? കൊല്ലത്തിൽ എനിക്കറിയാലോ സ്ഥലം എവിടെയാ. മലയുടെ മണ്ടയ്ക്ക് ഉണ്ടോ ഒരു ഇതുപോലെ നേരെ അതാണ് ഒബ്സർവേറ്ററി. ജോണി ഈ ചെറുക്കനെ നിങ്ങൾക്ക് ഈ മൊട്ടനെ നിങ്ങൾക്ക് പിന്നെ വല്ല കണ്ടെത്തുന്ന വീണ് കിട്ടിയാണോ? അമ്മായിയുടെ വളർത്തമോനാണ്. ആ ഒരു സ്നേഹം ഒന്നും കാണുന്നില്ലല്ലോ. അതാ ആ കാണുന്ന നല്ല സ്നേഹമുണ്ട്. ഇത്രയും കാലമായിട്ട് ചെറുക്കന് ഒരു വണ്ടി പോയിട്ട് ഒരു കുണ്ടി പോലും നിങ്ങൾ കൊടുത്തില്ല. അത് പക്ഷെ നമ്മളെ പരാതി പറയാറില്ല. നമ്മളെല്ലാം സഹിക്കും. വളരെ മോശം. നിങ്ങള് തരുവോ? നിനക്ക് തരണ നീ ആരാ? എന്റെ ഒരു സെക്കൻഡ് ഒന്ന് കേജ് വിളിക്കുന്നു. ചോദിച്ചെന്ന് തോന്നുന്നു അവര്. ഹലോ, വണ്ടിയുടെ സൗണ്ട് കുറക്കാൻ പറ്റുമോ? ഉറപ്പല്ലേ? അപ്പൊ നമ്മളൊരു 80 ലക്ഷം രൂപയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഏതോ ഒരാൾ പറഞ്ഞെന്ന് പറയുന്നു അങ്ങനെ തരും എന്ന് പറഞ്ഞു ആണല്ലേ? കോഴിക്കോട്. എനിക്ക് ആ ഡിസിഷനാണ് പറഞ്ഞത് താല്പര്യം. നിനക്ക് ബുദ്ധി ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരാള് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ നമുക്കറിയത്തില്ലല്ലോ. ഇങ്ങനെ പറയുമ്പോഴല്ലേ നമ്മൾ അറിയുന്നത് ഇതൊക്കെ. ഇവിടെ തന്നെയാണ് അത് ഏത് കളറിലാ വരുന്നതെന്ന് എനിക്കറിയില്ല. എന്നോടല്ല പറഞ്ഞത്, ഞാനോടും അമ്മായിയോടും പരിപാടി ഉണ്ട്. ഞാൻ വരുന്നത്. എടാ നാറി ഓക്കെ ഒബ്സർവേറ്ററിയിലല്ലേ? തന്നെ ഞാൻ നിങ്ങളെ ലെഫ്റ്റ് മണ്ടയില് കണ്ടോ? ഓക്കെ. എടാ നിങ്ങൾ ആ മേലിലാണോ ഒരു സംഭവം? ഓക്കെ വരാം. അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യത്തെ ഓർഡർ ഞാൻ തന്നെ ആയിക്കോട്ടെ. കിടക്കുന്ന ഒരു ബാഡി 3 ദിവസം കഴിഞ്ഞിട്ടാ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലായിടത്തും. എല്ലാവരും എങ്ങനെ അറിയാം. മറ്റേ വാസ്കോടെ ഗേൾഫ്രണ്ട് ആണോ? വാസ്കോട് മാമാ മാലിക്കേ? അതെനിക്കറിയില്ല ചേച്ചി. അത് പുള്ളിക്കാര് വയലേ എന്തായിരുന്നു നിനക്ക് കേറാൻ ഒരു മടി? എന്തായിരുന്നു? ഞാൻ കേറുവായിരുന്നു. ഞാൻ പുറത്ത് കുറച്ച് പണിയിലായിരുന്നു. അവനെ കുറ്റം പറയാൻ പറ്റില്ല. സ്പെല്ലിംഗ് നോക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു യു.
താങ്ക് യു ഗൈസ് വാറില്ലേ എടാ വാറ് അത് പറയും എനിക്കറിയത്തില്ല ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല 12 മണിക്ക് അവര് വിളിക്കുവാണെങ്കിൽ നമ്മള് പോയി അടിക്കും. ഇതിനെ ആര് പൊക്കും? ഇത് നമുക്ക് അവിടെ കൊണ്ടിടാം. അല്ല എന്ത് ചെയ്യാനാ, കഴപ്പ് കാണിച്ചിട്ടല്ലേ. അതെ പെണ്ണില്ലാത്തവൻ എന്ത് കല്യാണോടാ? ചാടാൻ പറ്റുണ്ടോ നിങ്ങക്ക്? ഓക്കെ അപ്പൊ ഇവിടെ വീഡിയോ പ്ലേ ചെയ്യാം അതല്ലേ പറഞ്ഞേ. അമ്മയോടെ ആ ആ ആ എന്താ സിനാനെ വെൽക്കം ടു ഫാമിലി മെമ്പർഷിപ്പ്. ഏതാണ് ഈ പയ്യനാണോ ഗിഫ്റ്റ് ആയിട്ട് അവന് കൊടുക്കുന്നേ? ഈ പയ്യൻ എങ്ങനെയുണ്ട്? ആ കൊള്ളാം കൊള്ളാം. ഈ പയ്യനൊരു പെണ്ണാക്കി എങ്ങനെയുണ്ട്? പെണ്ണാക്കാൻ പോകുന്ന ഇതാണോ ഇതിന്റെ ഗിഫ്റ്റ് അവന് കൊടുക്കുന്നേ? ആ അതാണ് പയ്യന് പെണ്ണില്ലാത്തോണ്ട് ഇന്നൊരു ദിവസം ജെറ്റിന്റെ കൂടെ, ഓക്കെ വാ ഇന്നൊരു നൈറ്റ് ജെറ്റിന്റെ കൂടെ. അവന്റെ ഒരു എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം. പ്രശ്നം ഉണ്ടെങ്കിൽ ചാടാൻ പറ്റുന്നില്ല. ആ എനിക്കും പറ്റുന്നില്ല, ഇവിടെ ചാടാൻ പറ്റുന്നില്ല. ജോണിയാമ്മ ഓടാൻ പറ്റുന്നുണ്ട്, ചാടാൻ പറ്റുന്നില്ല. ഹുനൈസേ ഹായ്. ഓക്കെ എംജിയുടെ ബർത്ത്ഡേ. ഹോക്കിനെ പോലെ ഒരു സുഹൃത്ത് കിട്ടിയത് നമ്മുടെയൊക്കെ ഭാഗ്യമാണ്. KVക്ക് പുണ്യ പിറന്ന മകനാണ് ഹോക്കി. മൊട്ടയുടെ ബർത്ത്ഡേക്ക് ഇതുപോലെ ചെയ്ത മൊട്ടെ നമുക്ക് 4 വർഷം എന്റെ അമ്മായിന്റെ ഇതുവരായിട്ട് ഒരു ആഘോഷം കിട്ടി. എന്തുവാ ഹോക്കി ചെയ്തേ? എന്തുവാടാ ഹോക്കിയില് ഇവിടെ ഇല്ല ഹോക്കി, അവിടെ ബാക്കില്. ആ അവിടെ എന്തുവാ ഹോക്കി? ആ കേക്ക് മുറിക്ക് മുതലേ, അകത്ത് കേക്കുണ്ട്. എടാ ഇന്ന് ഒരു ദിവസം നിനക്ക് ജെറ്റിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാം. അതെ ഇന്നൊരു ദിവസം ജെറ്റിൽ വേണ്ട വേണ്ട കൊണ്ടുവന്നാണോ? ഇത് ഞാൻ ജെറ്റ് സീനടിയാ. അവൻ കളിക്കും കളിക്കും. നീ അടുത്ത വിളി, പ്രായമുള്ള ആളല്ലേ? എടാ ഇവിടെ ജമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇവിടുന്ന്? പറ്റത്തില്ല പറ്റത്തില്ല. മാമൻ മാറിയിരിക്കുന്ന മാമൻ ചെറുക്കന്റെ അടുത്ത് നിന്ന് അവന് വിഷമമായത്. അല്ലടാ ഞാൻ മറ്റേ മൊയ്തീനെ പൊക്കാൻ വേണ്ടിട്ട്. എടാ എടാ വിഷയടാ വിഷയടാ ബാക്കിയുള്ള സംസാരമൊക്കെ മാറ്റി വെക്ക്. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ മോയൽ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അയ്യോ എടാ ആദ്യം മാലിക്കിന് എന്നെ വായിൽ വെച്ച് കൊടുക്ക് കട്ട് ചെയ്ത്. എടാ എന്താ നിനക്ക് നിന്റെ ബർത്ത്ഡേ ഇന്ന് നാറി. കുറച്ച് പയ്യൻ കത്തിയില്ല, വെള്ളം മുക്കി വായി വെച്ചപ്പോടെ. ഓക്കെ എടാ എത്ര നേരമായിട്ട് കക്കാശി ഇവിടെ വാ തുറന്നത്, നീ ഒരു പീസ് കൊടുത്തോ അവന്? അവൻ പോയി ഓക്കെ വാറൊന്നും കൊടുക്കും പോയില്ലേ. ഗെയിം സൗണ്ട് കുറവ്. ആ കൂട്ടാൻ അമ്മായി കണ്ടോ? എനിക്കും അമ്മായിക്കും അവന് ഒരു പീസ് തന്നോ? ഇല്ല തരത്തില്ല. രണ്ട് പേരിലൊന്ന് മുക്കി 2 പേർക്കൊന്ന് കൊടുക്കണ. മൊയിലില്ല, മൊയിൽ അടുത്ത ഗാങ്വാറിൽ മൊയിലില്ല. ആ ഓക്കെ ഞാൻ ചോദിച്ചാൽ പറഞ്ഞു 3 മാറിന് കിടന്നുറങ്ങിയതാണ്. ആ ഇവ മാറിന് വരത്തില്ല, കിടന്ന് ഉറങ്ങിക്കളയും മൊയില്. അത് ചില അടിയന്തരാവസ്ഥയിൽ പഠിച്ചു പോകുന്നതാണത്. എടാ മൊയില് നിനക്ക് ഉറക്കമാണോ ഇമ്പോർട്ടന്റ് വാറിനെക്കാട്ടി? അല്ലല്ല വാറാണ് ഇമ്പോർട്ടന്റ്. പിന്നെ ഞാന് ഒന്നുമില്ല പറഞ്ഞിട്ട് പോയതാ. ആ ഗിഫ്റ്റ് ഗിഫ്റ്റ്. എടാ മൊയില് പാവം മൊയില്, ഇതാണ് ഇവന്റെ ഗിഫ്റ്റ്.
ഇതല്ലടാ ഇതല്ല, വേറെ വണ്ടി ഉണ്ട്. കസ്റ്റമർ കളറുള്ള താഴെ ബ്ലൂ മുകളില് വൈറ്റും കണ്ട അത് കസ്റ്റമർ കളറാ. ഇതിന്ന് ഫ്രീ ആയിട്ട് വെടി പോകും. അതെങ്ങനെ legacy വേറൊരു ഡീലും കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ മോലെ, അതുപോലെ എനിക്ക് ജെറ്റിന്റെ കൂടെ ഒരു രാത്രി അത് ഒരു രാത്രി ജെറ്റിന്റെ കൂടെ. എന്റെ ലൈഫ് സെറ്റ്. ബർത്ത്ഡേ ആയിട്ട് നീ ഇന്ന് മുമ്പ് VC-യിൽ ക്യാമറ വേണേക്ക് വല്ലൊന്ന്. ഒന്നും ചെയ്തിട്ടില്ല. പൊട്ടെ നല്ല ഫേസ് റിവ്യൂ ചെയ്തുതരാം. അതെ മൊയില് ഹാപ്പി അല്ലേ? മൊയില് ഹാപ്പി അല്ലേ? I am happy. I am really happy. Thank you. Okay. നമുക്ക് ചാറ്റിലിടണ്ടേ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു. ഗോട്ട് എ ടാലന്റ് ദാറ്റ് ഡിസർവ് സ്പോട്ട്ലൈറ്റ്. എടാ എനിക്ക് ഞാൻ പോയി പാടട്ടെ. സിംഗിങ്, ഡാൻസിങ്, കോമഡി, ആക്ടിങ്, യൂണിക് ടാലന്റ്. വേണ്ട. ഈ അപ്പി വണ്ടിയാണോ ഇവന് കൊടുക്കുന്നേ? ആ ഈ വണ്ടിയിൽ ഇനി എന്തോന്ന് കളർ. ഹോക്കി വന്നിങ്ങ് വന്നേ. എടാ ഈ അപ്പി വണ്ടിയാണോ അവന് കൊടുക്കുന്നേ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്? അയ്യോ എടാ നിനക്ക് കള്ളത്തരം പറയല്ലോ, വേറെ വണ്ടിയുണ്ട്. ആ അത് സെറ്റൊക്കെ. മനസ്സിൽ പിന്നെ 10 തന്ത്രം വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ വണ്ടിയൊക്കെ ആ മാലിക്ക് മാത്രമേ കൊടുക്കൂ. എടാ മാലിക്ക് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു നന്നായി. ആ ഓക്കെ. ആ പോവാം നമുക്ക് പോവാം. അല്ല ഇവിടെ പ്ലേ ചെയ്യണ്ടേ? വീഡിയോ പ്ലേ ചെയ്യുന്ന. ഓക്കെ കഴിഞ്ഞല്ലേ അല്ല മാർക്ക് കേക്കി നിൽക്കുകയായിരുന്നു. ഇവനൊക്കെ വേണ്ടി വെറുതെ നമ്മുടെ അരമണിക്കൂർ പിന്നെ അല്ലാതെ എന്ത് ബർത്ത്ഡേ പാർട്ടി. അയ്യോ വരുന്നു. മൊയില് നീ ഹാപ്പി അല്ലേ മൊയില്? അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. I am happy. ആ വാ പോ. അല്ല ഇനി എന്തായാലും ഒരു അനൗൺസ് ഇടാൻ പറ. ആ ഗോൾ. എടാ ഗോള് നിങ്ങളൊപ്പം അടിച്ചായിരുന്നോ? ഞാൻ കണ്ടില്ല. ആരൊക്കെയാ ഗോൾ അടിച്ച നോക്കട്ടെ. ഇതിൽ വേറെന്തോ എടുത്തു വെക്കാൻ പറ്റുമല്ലോ. ബ്ലൂ ഹാട്ടെ, അനന്തു, സിനാനെ, എല്ലാവർക്കും താങ്ക്സ് ഫോർ ദി സപ്പോർട്ട്. ഓക്കെ അടുത്ത ഗോള് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ഇനിയിപ്പോ എടാ ഇത് ആരാ വന്ന് സ്പാം ചെയ്യുന്നേ? അവന്റെ എടാ ഇതാണോ വണ്ടി? എടാ മൊയിലെ ഏതാ? എടാ കൊള്ളാം കിടു വണ്ടി. വണ്ടിയുടെ പേരൊക്കെ നോക്ക്. ഈ വണ്ടി കണ്ട് പരിചയമുണ്ടോ? എടാ കൊള്ളാം നൈസ് വണ്ടി. ഇത് മൊയിൽ എടുക്കരുത് കേട്ടോ. ആ അല്ല ചുമ്മാ എടുത്തോ. അല്ല എന്റെ 5M ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ. എടാ അവനെ എന്തേലും ചെയ്ത് വിടുക. അങ്ങനെ ഒരാള് ചാറ്റ് വെറുതെ ഇതാക്കാൻ വേണ്ടി വന്നിട്ട്. ആ ഇത് മാലിക്ക് ഇത് നിന്റെ കസ്റ്റമർ വണ്ടിയാണോ? മാലിക്കിന്റെ കസ്റ്റമർ വണ്ടിയായിരുന്നു ഇത്. ഇനി ഒരു കാര്യം ചെയ്യും മാലിക്ക്, ഒരു സൈഡ് മാലിക്കുന്നത് അപ്പുറത്തെ സൈഡ് മൊയിലിന്റെ ആയിക്കോളും. എടാ ഒരുത്തന്റെ കസ്റ്റം വണ്ടി എടുത്തിട്ടാണ് അടുത്തവന് കൊടുക്കുന്നേ. അവൻക്കറിയോ അവിടെ മാലിക്കിന്റെ കസ്റ്റം വണ്ടിയാ. പോയി സംസാരിച്ചു, അവൻ്റെ അടുത്ത് പോയി സംസാരിച്ചു. മരക്കൊണ്ട് എടാ ഇതെന്ത് എല്ലാം വന്ന് എഴുതി വെച്ചേക്കുന്നേ? ഓ അത് ആ സൈഡിൽ നിന്ന് വരുമ്പോ കാണാനല്ലേ. ഓക്കെ സെറ്റ്. റോഷ താങ്ക്സ് ഫോർ ദി മെമ്പർഷിപ്പ്. അനന്തു താങ്ക്സ് ഫോർ ദി 20 rupees സൂപ്പർ ചാറ്റ്. താങ്ക് യു സോ മച്ച്.
റിക്രൂട്ട്മെന്റ് അതിപ്പോ കാണിക്കും, ഇപ്പൊ വീഡിയോ കാണിക്കും. സിനാനെ താങ്ക്സ് ഫോർ ദി 20 റുപ്പീസ് സൂപ്പർ ചാറ്റ്. മാലിക് എവിടെ? ഓ മാലിക്കാണ് ആ ഡ്രൈവിംഗ് സീറ്റിൽ, പാവം. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ ആ